ഫ്രണ്ട്സ് ഇന്ന് പതിവിനേക്കാളും കുറച്ച് നേരത്തെ എണീറ്റു. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ആ മാസം 1-ാം തീയതി അല്ലേ, അപ്പം അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മണിക്കൂട്ടന് വാവിച്ചിരിക്കുന്ന ക്ലാസ് ഇല്ല, അത് കാരണം ട്യൂഷനും ഉച്ചതിരിഞ്ഞിട്ടാണ്. അത് കാരണം പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ടൊന്നും അവർക്ക് ചായ ഇതൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പം ഞാൻ വേഗം എണീറ്റ വശം വേഗം കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാൻ വാതിലൊക്കെ തുറന്നിടണ്ടേ, പുലർച്ചെല്ലാം ആയിട്ടുള്ളൂ. അപ്പം ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സാമ്പ്രാണിയൊക്കെ കത്തിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓർമ്മ വെച്ചിട്ട് ഞാൻ കത്തിക്കും. ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒരു പ്രത്യേക മണവും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ കത്തിച്ചിട്ട് ഞാനതവിടെ വെച്ചു. അതിനുശേഷം ചോറ് തെർമൽ കുക്കറിലുണ്ട്, അത് തിളപ്പിക്കാൻ വെക്കണം, ചായ വെക്കണം, പിന്നെ കറിയൊക്കെ വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം തന്നെ കഷ്ണമൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കപ്പയറും കായത്തൊലി ഉപ്പേരി വയ്ക്കാം, മോരുകറി വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം അങ്ങനെ ചേനയും കായും ഞാൻ തലേദിവസം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കായയുടെ തൊലി, ഒരു കായിന് ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ തൊലി ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ 6:30 അമ്പലത്തിലേക്ക് പോകണമെന്നാണ് വിജയശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഞാൻ കുറച്ച് നേരത്തെയൊക്കെ എണീറ്റതിന് ശേഷം വേഗം ഞാൻ പയറും കായത്തൊലിയും വേഗം കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ ചായക്കുള്ള വെള്ളവും വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ചായയിലും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. പാല് തലേ ദിവസം തന്നെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മോരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പാലൊക്കെ കാച്ചിയിട്ട് ഞാൻ ഒഴിച്ച് വെച്ചു. അപ്പം അങ്ങനെ മോരൊക്കെ എടുത്തിട്ട് ഞാൻ ഇളക്കിയിട്ട് പുളി ഉണ്ടോ നോക്കിയപ്പോഴേ പുളി ആവണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാത്രി മഴയൊക്കെ അല്ലായിരുന്നു, തണുപ്പൊക്കെ ഇല്ലായിരുന്നു, അത് കാരണം അത്ര പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ വേഗം ചായയൊക്കെ തിളച്ചപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് ഞാൻ തെർമൽ കുക്കറിന് ചോറൊക്കെ എടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ വേഗം ബിജേഷേട്ടന് കുളിക്കാനുള്ള വെള്ളവും കെറ്റിലിൽ വെച്ചു. അപ്പം അങ്ങനെ ഞാൻ വിളിച്ചു ആളെന്നെ. എന്നിട്ട് ഞാൻ വേഗം വെള്ളം വെച്ചോളാൻ പറഞ്ഞപ്പോൾ വേഗം കെറ്റിലിൽ വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ നേരം ആളെപ്പോഴും ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുളിക്കുക. അപ്പം അങ്ങനെ കെറ്റിലിൽ വെള്ളമൊക്കെ വെച്ചതിന് ശേഷം വേഗം ഞാൻ ചായയൊക്കെ അരിച്ചെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, തലേ ദിവസം പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേടാവൊന്നുമില്ല. എന്നിട്ട് ഞാനതിൽ കട്ടൻ ചായയിൽ നല്ലോണം കടുപ്പൊക്കെ ഇട്ടിട്ട് പാലിലേക്ക് അതൊക്കെ അരിച്ചൊഴിച്ചിട്ട് നല്ലോണം അരിച്ചവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ചേനയും കായൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴുകി നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കായയിലെ കറയൊക്കെ കളഞ്ഞിട്ട് അവിടെ കഴുകി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ കാലത്ത് തന്നെ ഒരു ഗ്ലാസ് ചായ കിട്ടണം, അത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഉഷാറാണ്. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ പയർ നന്നായി കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. കായത്തൊലി ഞാൻ അതിലിട്ടിട്ട് ഒരു വിസിലാണ് അടിച്ച് കൊടുത്തത്. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞു. കുറച്ച് വെള്ളം ഞാൻ പിന്നെ ഉപ്പേരി മുളകൊക്കെ ഇടുമ്പോൾ അതൊന്ന് വെറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ വേഗം അതൊക്കെ വാർത്തെടുത്തു. അതിന് ശേഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചുമന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ടേ വേപ്പില കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, വേപ്പില എടുക്കാനായിട്ട് അങ്ങോട്ട് മാറിയതാണ്. എന്നിട്ട് ഞാൻ ഗ്യാസ് കുറച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകുമല്ലോ. എന്നിട്ട് ഞാൻ വേഗം വേപ്പിലൊക്കെ നല്ലോണം കഴുകി തലേ ദിവസം തന്നെ വിജയശേട്ടൻ നമ്മുടെ വീട്ടിലുള്ള തന്നെ ഒടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നാളെ അമ്മ പറഞ്ഞു, നീ എപ്പോഴും എന്തിനാ ചെറിയ വേപ്പുമെന്ന് ഒടിക്കണത്, ഇവിടെ വേപ്പിലയില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൂടെയെന്ന്. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ എപ്പോഴും മറക്കും. അപ്പം അങ്ങനെ വേപ്പിലയൊക്കെ ഞാൻ കഴുകി അതിലിട്ടിട്ട് അതൊക്കെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം പിന്നെ കുറച്ച് കുത്തുപൊടിയും കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് കുത്തുപൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടും കുറേശ്ശെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഗ്യാസൊക്കെ കുറച്ച് വെച്ചിട്ട് ചെറുതീയിലിട്ടിട്ട് നല്ലോണം അത് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ പയറും കായത്തൊലി ഉപ്പേരി നല്ല ടേസ്റ്റാണല്ലോ. പക്ഷേ നാളികേരമൊക്കെ ചിരകിയിട്ടാലും രസമുണ്ടാവും. പക്ഷേ ഞാൻ നാളികേരമൊന്നും ചിരകിയിട്ടില്ലേ, നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസം വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഒരു കായയുടെ തൊലി ഉണ്ടായിരുന്നുള്ളൂ, പയറായിരുന്നു അധികം, കായത്തൊലി അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മോരുകറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കായ അരിഞ്ഞപ്പോൾ അതിൻ്റെ തൊലി എടുത്തിട്ട് മാറ്റി വെച്ചതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വെള്ളം ഞാൻ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നന്നായിട്ട് അതൊക്കെ ഇളക്കി യോജിപ്പിച്ച് ഒരു പ്രത്യേക മണമായിരുന്നു ഉപ്പേരി കാച്ചിയപ്പോൾ. പിന്നെ പുലർച്ചെ നേരമല്ലേ, പിന്നെ അപ്പോഴേക്കും ഒരു 5:45-6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ഇതാക്കി വന്ന് മുളകിട്ട് വന്നതിന് ശേഷം ഞാൻ വേഗം കുക്കറൊക്കെ കഴുകി എടുത്തിട്ട് അതിൽ ചേനയും കായൊക്കെ ഇട്ടു. എന്താണെന്ന് വെച്ചാൽ മോര് കറി വെക്കണ്ടേ. എന്നിട്ട് ഞാനത് 2 വിസിലടിച്ചെടുക്കാം, അപ്പം അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇതുപോലെ ചേന ഉപ്പേരിക്ക് വേണ്ടി അന്ന് ഒരു ചേന വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിലൊരു കഷ്ണം അവിടെ വെച്ചിട്ട് കുറേ ദിവസമായി മോര് കറി വെക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ മോരിന് പുളിയില്ലാത്ത കാരണം എനിക്കെന്തോ അത് വെക്കാൻ നോക്കിയപ്പോൾ വലിയൊരു ഉഷാർ തോന്നിയില്ല. നല്ല പുളിയുള്ള മോരാണെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ആ നേരത്ത് നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ
എന്തെങ്കിലും ആവട്ടെ വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം നാളികേരം ഒരെണ്ണെടുത്തിട്ട് ഉടച്ചു. അപ്പോൾ അങ്ങനെ നാളികേരം ഈ നമ്മുടെ വീട്ടിലൊന്നുമില്ല, വാങ്ങണ തന്നെയാണ്. ഭയങ്കര വിലയാണ് നാളികേരത്തിനൊക്കെ. പിന്നെ എല്ലാ കറിയിലേക്കും നാളികേരം വേണ്ട കാരണം വാങ്ങാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ ഉടച്ചെടുത്തിട്ട് ബിജേഷേട്ടൻ എണീറ്റിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആളെ അതൊക്കെ ചിരകി തരാറുണ്ട്. മണിക്കൂട്ടുണ്ടെങ്കിൽ അവനും ചെയ്തു തരും. പക്ഷേ അവനും എണീറ്റിട്ടില്ല. എന്നും കാലത്ത് 6 മണിക്ക് ട്യൂഷനാകുമ്പോൾ എന്നും നേരത്തെ എണീക്കല്ലേ. അപ്പോൾ ഞാൻ വിളിക്കാനൊന്നും പോയില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളകും പിന്നെ നല്ല ജീരകവും നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, നല്ല വെള്ള മുളകില്ലേ, ആ മുളകൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ വെളുത്തുള്ളി ഒന്നും ഇട്ടില്ല. എന്നിട്ട് ഞാൻ നന്നായിട്ട് അത് നല്ലോണം അരച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും. എപ്പോഴും അമ്മ പറയാറുണ്ട് ഇതുപോലെ എന്താ പറയുക മോരുകറിയൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് നാളികേരം അരഞ്ഞ് കിട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ നന്നായി അരച്ചെടുത്ത് പിന്നെ ഞാൻ നാളികേരം അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഞാൻ പറയില്ല മിക്സിയുടെ ജാറിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അത് കാരണം എപ്പോഴും തെറിക്കും. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നല്ലോണം തുടച്ച് തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ എല്ലായിടത്തും നല്ല ഇതായി തുടച്ചെടുത്തു. പിന്നെ ഞാൻ വിളക്കൊന്നും വെച്ചില്ല. വിജേഷേട്ടൻ പറഞ്ഞു ആളെ എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ വേഗം അവിടെയൊക്കെ തുടച്ചതിന് ശേഷം വിജേഷേട്ടൻ എണീറ്റ് വന്നിട്ട് കുളിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വേഗം പണികൾ ചെയ്തോ, എന്നിട്ട് വേഗം പോയി തൊഴുതിട്ട് വരാമെന്ന്. അപ്പോഴേക്കും ഞാൻ മോരുകറിയിൽ നാളികേരമൊക്കെ അരച്ചത് ചേർത്ത് മോരും ഒക്കെ ചേർത്തിട്ട് അതൊക്കെ യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ഞാൻ കടുകും വറ്റൽമുളകും പിന്നെ മറ്റേ എന്താ പറയുക, ആ ഉഴുന്നല്ല വേറെ ഉലുവയും കൂടി പൊട്ടിച്ചിട്ട് ഞാനത് വേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തു. പുളി ഉണ്ടായിരുന്നില്ല, വലിയ പുളി ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വിജേഷേട്ടൻ എണീറ്റ് വേഗം കുളിച്ച് വിളക്കൊക്കെ വെച്ചു. പിന്നെ ഇന്ന് ഒന്നാം തീയതി ആയ കാരണം നടക്കിലും നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും വിളക്കൊക്കെ വെച്ചു. അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയി. അവിടേക്ക് ഭാവിച്ച് എണീറ്റ് വന്നിട്ട് കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ അമ്പലത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വരുമ്പോഴേക്കും വേഗം കുളിച്ചോളോ, അമ്മ വേഗം അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് അത്ര ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ശിവൻ്റെ അമ്പലത്തിൽ കയറിയിട്ട് അവിടെ വന്നിട്ട് അങ്ങനെ ഗണപതിക്ക് ഒരു നാളികേരമൊക്കെ അടച്ചിട്ട് വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം അവിടെയൊക്കെ തൊഴുതിട്ട് തൊട്ടപ്പുറത്ത് അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, അവിടെയും പോയി തൊഴുതതിന് ശേഷം വേഗം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ പറഞ്ഞല്ലോ വിജേഷേട്ടൻ 8:30 കമ്പനിയിൽ എത്തണമെന്ന്. അപ്പോൾ വന്നിട്ട് വേണം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറുണ്ടാന്ന് വിചാരിച്ചു, മോരുകറി ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ പപ്പടവും വറക്കാം. അപ്പോൾ ചോറുണ്ടാന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ണില്ല, അവർ വാവിച്ച് മണിക്കൂട്ടൻ എല്ലാവരും തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറുണ്ടാന്ന്. അപ്പം അങ്ങനെ ഞാൻ വേഗം വിജേഷേട്ടന് ചോറൊക്കെ ആക്കി പാളേനെ പറഞ്ഞാക്കിയിട്ട് എന്നിട്ട് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. എന്ന് വെച്ചാൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് അമ്പലത്തിൽ പോയതല്ലേ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പം അതൊക്കെ കഴുകിയിട്ട് പിന്നെ എനിക്ക് എൻ്റെ വണ്ടിയുമ്പോൾ പോകാമല്ലോ. പിന്നെ ഞാനിപ്പോൾ വിജേഷേട്ടൻ വൈകിട്ട് വരുന്ന കാരണം ഞാൻ വീട്ടിൽ വണ്ടിയൊന്നും വെക്കണില്ല, എൻ്റെ വണ്ടിയുമ്പോൾ തന്നെ വരികയാണ്. അപ്പം അങ്ങനെ ഞാൻ വേഗം പപ്പടമൊക്കെ വറുത്തതിന് ശേഷം പിന്നെ വിജേഷേട്ടന് ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചോറും മോരുകറിയും ഉപ്പേരി ചോറിലിട്ട് കൊടുത്തു. അപ്പം അങ്ങനെ ആയി വന്നു. പിന്നെ മണിക്കുട്ടൻ എണീറ്റിട്ടില്ല. ഞാൻ പോരുന്ന വരെയും മണിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വാവിച്ചോട് പറഞ്ഞു ഉച്ച തിരിഞ്ഞ് മണിക്കുട്ടനോട് അമ്പലത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞോളൂ എന്ന്. അമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ വാവിച്ചിക്കും എനിക്കും കൂടി അമ്പലത്തിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള പപ്പടമൊക്കെ ഞാൻ വേഗം വറുത്തതിന് ശേഷം പിന്നെ ഞാൻ വിജേഷേട്ടന് പപ്പടമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് പപ്പടം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അത് കുട്ടികൾക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഉപ്പേരിയും ചോറും പിന്നെ മോരുകറിയൊക്കെ ആക്കി. അപ്പം അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അടുക്കള ഒന്നൊത്തൊട്ടാണ് കിടക്കണത്. അടുക്കളയൊക്കെ വൃത്തിയാക്കണം, പാത്രങ്ങൾ കഴുകണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കുളിയും ഡ്രസ്സ് മാറലെല്ലാം കഴിഞ്ഞിട്ടാണ് നിൽക്കണത് അമ്പലത്തിൽ പോയ കാരണേ. അപ്പോൾ പിന്നെ എനിക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോവല്ലേ വേണ്ടോ, പിന്നെ വണ്ടിയുമല്ലോ അല്ലേ, അപ്പോൾ പെട്ടെന്ന് എത്തൂല. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കറി വെച്ചതും ചായ വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാനിനി ജോലിക്ക് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം, കമൻറ്റ് ഇടണം. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.